മാർ താണുപോയത് ഓർക്കുമ്പോൾ ഹൃദയം വേദനിക്കുകയാണ്. ഒരു സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഖേദത്തോടെ പറയട്ടെ, പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവിയും ഭൂതവും പറയുന്നതല്ല. ഇതൊക്കെ അതിനകത്ത് വരും. തിരുവചനത്തെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ കുത്തി മുറിവേൽപ്പിക്കുന്ന പോലെ കൽപ്പിച്ചിട്ട് മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ. അതാണ് തിമത്തിയോസിന്റെ ലേഖനം 2-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് കർശനമായി എഴുതുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. കാരണം എല്ലാ വചനത്തിലും ആത്മാവിന്റെ കാറ്റുണ്ട്. അതിന്റെ അർത്ഥം ആത്മാവിന്റെ ദൈവത്തിന്റെ ശ്വാസമൂതാത്തതൊക്കെ ഒരു പിടി മണ്ണും കളിമണ്ണുമാണ്. ഏദൻ തോട്ടത്തിൽ ഒരു പിടി മണ്ണ് നിൽക്കുന്നു, ദൈവം ശ്വാസം ഊതിയില്ലെങ്കിൽ ഹീസ് ജസ്റ്റ് എ പൈൽ ഓഫ് ഡേർട്ട്, അതൊരു വെറും കളിമണ്ണ് മാത്രമാണ്. ഇന്നും വചനത്തിനകത്ത് ദൈവത്തിന്റെ ശ്വാസം വ്യാപരിക്കുന്നില്ലെങ്കിൽ അത് ഒരു കൂട്ടം കളിമണ്ണും ചപ്പും ചവറും മാത്രമാണ്. എന്നാൽ മനുഷ്യന് താല്പര്യം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. ഇതൊരു കൊമേഴ്സ്യലൈസ്ഡ് കാലഘട്ടമായതുകൊണ്ട്, ഒരു ബിസിനസ് വേൾഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കാര്യം സാധിക്കാൻ വേണ്ടി പാപബോധവും വേണ്ട, വചന കേൾവിയും വേണ്ട, സമർപ്പണവും വേണ്ട, ഓടിച്ചെന്നിട്ട് ഒരു രോഗസൗഖ്യം വാങ്ങി വീട്ടിൽ പോകണം. ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ലാഘവത്തോടെ, ഒരു പക്ഷേ 5 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നേക്കാൾ ചെലവ് കുറവാണല്ലോ ഒരു സുവിശേഷ യോഗത്തിന് പോയി ആരെങ്കിലും തലയിൽ കൈവച്ച് സൗഖ്യം പ്രാപിച്ചാലെന്നുള്ളതാണ്. രണ്ടാമത് അവിടെ കാണുന്ന തെറ്റായ ധാരണ, യേശുവിന്റെ കാലഘട്ടത്തിൽ യേശു ആരെയൊക്കെ സൗഖ്യമാക്കിയിട്ടുണ്ടോ അവരോട് പറയുന്ന ഒരു പദം ശ്രദ്ധേയമാണ്, ആരോടും ഈ കാര്യം പറയരുത് എന്ന്. അമർച്ചയായി യേശു കൽപ്പിക്കുമായിരുന്നു. അതിന് അപവാദമായി ഒരു വിഷയം മാത്രമേ ഉള്ളൂ. 12 വർഷമായി രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ, അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുന്നു, അവിടെ രക്തസ്രാവം മാറുന്നു. യേശു പരസ്യമായി ചോദിക്കുന്നു, എന്നെ ആരാ തൊട്ടതെന്ന്. ആരാ തൊട്ടതെന്ന് അറിയാനോ ആ തൊട്ട കാര്യം നാട്ടുകാർ അറിയാനോ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് അശുദ്ധയായവൾക്ക് പുറത്തിറങ്ങുവാൻ അവസരമില്ലാതിരിക്കുമ്പോൾ ഒരു വിശുദ്ധനായവനെ അവൾ തൊട്ടപ്പോൾ അവളും വിശുദ്ധയായെന്ന ആ ന്യായപ്രമാണത്തിന്റെ തത്വങ്ങളെ തിരിച്ചറിയേണ്ടതിന് യേശു അത് പ്രസിദ്ധം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരു ഭാഗത്ത് കാണുന്നുണ്ട്, 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ ശമരിയിൽ നിന്ന് വരുന്ന വഴിക്ക് യേശു പറയുന്നു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാട്ടിക്കൊടുക്കുക. കാരണം ന്യായപ്രമാണത്തിന്റെ ശുദ്ധീകരണ പ്രമാണത്തെ വെല്ലുന്ന അത്ഭുതത്തിന്റെ വാക്കാണ് യേശുവിന്റെ വാക്കെന്ന് തെളിവാക്കാൻ വേണ്ടി അവരെ പറഞ്ഞയച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവരിലും 9 പേരും മടങ്ങി വന്നതായിട്ട് വേദപുസ്തകം പറയുന്നില്ലല്ലോ. ഒരേ ഒരു ശമരിയക്കാരനെ മടങ്ങി വന്നുള്ളൂ. ഇന്ന് കാണുന്നതോ, ഒരു പനി മാറിയാൽ ഉടനെ ആയിരങ്ങളുടെ മുമ്പിൽ വിളിച്ചു നിർത്തിയിട്ട് വന്നപ്പോൾ എന്തായിരുന്നു, ഇപ്പോഴെന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മഹത്വം ആരാ എടുക്കുന്നത്? എൻ്റെ സ്തുതി ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്നും എൻ്റെ മഹത്വം ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്നും പറഞ്ഞവന്റെ മഹത്വത്തെ കവർന്നെടുക്കുന്ന ആത്മീയ പ്രവണതകളെ ദൈവനാമത്തിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, ഖേദത്തോടെ തന്നെ പറയട്ടെ, അത് വചനവിരുദ്ധമാണ്. പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്താലും 4 പേരുടെ മുമ്പാകെ പരസ്യം കൊടുത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വചനപ്രകാരം തെറ്റ് തന്നെയാണ് എന്ന കാര്യം മറന്നു പോകല്ലേ. ഇന്ന് കാണുന്ന കോലാഹലങ്ങളുടെ നടുവിൽ ഒരു ഉപരി വിപ്ലവമായിട്ടുള്ള, സൂപ്പർഫിഷ്യലായിട്ടുള്ള, ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. സത്യവചനം എവിടെ പ്രസംഗിക്കപ്പെടുന്നതോ അതിനെ 2 കൈയും നീട്ടി സ്വീകരിക്കണം. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന, ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുന്ന, മനസ്സിന് രൂപാന്തരം വരുന്ന വിഷയങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോഴെങ്കിലും സ്വഭാവ രൂപീകരണം എന്ന ഒരു വിഷയം ആരും പറയുന്നില്ലല്ലോ. പ്രസംഗം കേൾക്കുന്നവർ നല്ലതാണ്. ഇത് കഴിഞ്ഞു പുറത്തു പോകുന്നവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നോ? യേശുവിനെ കണ്ടവൻ യേശുവിനെ പോലെ ആകുന്നോ? നാം യേശുവിനെ കണ്ടു തുടങ്ങിയാൽ, വചനം പഠിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ കണ്ടു തുടങ്ങിയാൽ നാം യേശുവിനെ പോലെയാകും. എന്താ പാസ്റ്ററെ അതിന്റെ തെളിവെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. യേശു 3.5 വർഷം കൊണ്ട് അന്ന് ഗലീല നാട്ട് മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. 5000 പേർ ഒരുമിച്ച് അവനെ കണ്ടിട്ടുണ്ട്. 10,000 കൂടിയ മീറ്റിംഗിൽ യേശു പ്രസംഗിച്ചിട്ടുണ്ട്. യേശു പോകുന്ന വഴിയിലൊക്കെ പുരുഷാരം തടിച്ചു കൂടിയിട്ടുണ്ട്. ഗലീല കടലിലൊക്കെ പുരുഷാരം അവനെ തിക്കി തിരക്കിയാൽ കടലിൽ പ്ലാറ്റ്ഫോം ആക്കിയ യേശു പ്രസംഗിച്ചത്. അതിന്റെ അർത്ഥം പീലാത്തോസ് മുതൽ താഴോട്ട്, ഗവർണർ മുതൽ താഴോട്ട് എല്ലാവർക്കും യേശുവിന്റെ രൂപം നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് 30 വെള്ളിക്കാശ് യൂദയ്ക്ക് കൊടുത്തിട്ട് യൂദയോട് പറഞ്ഞത്, നീ ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചു തരണമെന്ന്?
എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയുകയാണ്. യൂദയൊഴിച്ചു 11 പേരും 3.5 വർഷം യേശുവിനോട് നടന്നപ്പോൾ യേശുവിനെ പോലെ അവരായി മാറി. ആരാ യേശു എന്ന് തിരിച്ചറിയാത്ത വണ്ണം നല്ല രൂപാന്തരം നടപ്പിലും ജീവിതത്തിലും വസ്ത്രധാരണത്തിലും സാഹചര്യങ്ങളിലും ഈ ശിഷ്യന്മാർക്ക് ഉണ്ടായതുകൊണ്ട് ആ മാറ്റം വരാത്ത യൂദയ്ക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു ഇതിൽ ആരാ യേശുവെന്ന്. നാം യേശുവിൻ്റെ വചനം കേട്ടിട്ട് യേശുവിൻ്റെ കൂടെ നടന്നിട്ട് ക്രിസ്തുവിലുള്ള ഭാവമില്ലാതെ പരസ്പരം പഴിചാരിയും കല്ലെറിഞ്ഞും ആക്ഷേപിച്ചും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കസേര കളികൾ നടത്തുന്നിടത്ത് പ്രസംഗിക്കുന്ന യേശു അല്ലെന്ന് കേൾക്കുന്നവർ ഭോഷന്മാരല്ലാത്ത കൊണ്ട് അവർക്ക് തിരിച്ചറിയാം. പക്ഷെ ആരും ശബ്ദമുയർത്തി പറയുന്നില്ലെന്നേ ഉള്ളൂ. മണ്ഡപത്തിൽ നിൽക്കുന്ന സന്നഹിദ്രി സംഘത്തിൻ്റെ മുമ്പ് നിൽക്കുന്ന പത്രോസിനെയും യോഹന്നാന്റെയും അവരുടെ സംസാരം കേട്ടിട്ട് എന്താ കൗൺസിലിരുന്നവർ പറഞ്ഞത്? ഇവർ സാമാന്യക്കാർ, പഠിപ്പില്ലാത്തവർ, നമുക്കറിയാമല്ലോ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, എങ്കിലും അവർ യേശുവിൻ്റെ കൂടെ നടന്നവരാണെന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഇന്ന് നാം തിരിച്ചറിയണം, വചന കേൾവി എന്ന് പറയുന്നത് ഈ 50-60 വർഷങ്ങളിലേക്കുള്ളൊരു പാക്കേജ് അല്ല, ശരീരത്തിനും മനസ്സിനും രൂപാന്തരം വരുത്തുന്ന ഒരു പച്ച മാംസം എടുത്ത്, പഴയ പ്രമാണം അനുസരിച്ച് ഞാൻ 1-2 ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പച്ച മാംസം എടുത്ത് യാഗപീഠത്തിൽ വെക്കുന്നു. നിങ്ങൾക്കറിയാം, ഒരു വിറകിൽ അടുപ്പിൽ പച്ച മാംസം എടുത്ത് കത്തിച്ചാൽ അവിടെ ഉണ്ടാകുന്നത് സൗരഭ്യവാസനയല്ല, രൂക്ഷഗന്ധമാണ് പച്ച മാംസം കത്തിയെരിയുന്നതിൻ്റെ. പക്ഷെ വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്നത് യാഗമൃഗത്തെ കഷണമാക്കി യാഗപീഠത്തിൽ വെക്കുമ്പോൾ അവിടെ ഉയരുന്ന മണത്തിന് സൗരഭ്യവാസനയായ ദഹനയാഗം. അതിൻ്റെ അർത്ഥം എന്താ? പാപം ഏറ്റു പറയുന്നത് കേൾക്കുന്നവർക്ക് അത്ര സുഖമുള്ളതല്ല, രൂക്ഷമായിരിക്കും. പക്ഷെ ദൈവത്തിന് സുഗ്രാഹ്യമായ യാഗമാണ്. നമ്മുടെ കൂടിവരകളിലൊക്കെ എവിടെ അനുതാപം, എവിടെ പാപം ഏറ്റു പറയുന്നത്? ആർക്കും വന്ന് പ്രാപിച്ചെടുക്കാവുന്ന ഒരു സൂപ്പർ സ്റ്റോർ പോലെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതിനുള്ള വിലയാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. രോഗശാന്തിക്ക് ഇത്ര രൂപ, അഭിഷേകത്തിന് ഇത്ര രൂപ, കൃപാവരത്തിന് ഇത്ര രൂപ. മാർക്കറ്റിൽ പാക്കറ്റിൽ സാധനം വെച്ചിരിക്കുന്ന പോലെ കൊമേഴ്സ്യലൈസ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ സ്വർഗം ഖേദിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. സുവിശേഷത്തിന്റെ പേരിൽ സുവിശേഷത്തെ കച്ചവടമാക്കി മാറ്റുന്ന ഈ പ്രവണത അവസാനിക്കേണ്ട കാലഘട്ടമാണ്. അകത്തല്പമെങ്കിലും വെളിച്ചം ലഭിച്ചവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുവാനുള്ള അകക്കണ്ണ് നാം തുറക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതാ പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ എന്താ? എന്തിനാ നിങ്ങളെ വിളിച്ചത്? അതറിയണം. ഈ രോഗശാന്തിക്ക് വേണ്ടിയാണ് വിളിച്ചത്. ഒരു രോഗശാന്തി കിട്ടിയിട്ട് നിങ്ങൾക്ക് എത്ര 200 വർഷം ജീവിക്കണമോ? 7, 10 ഏറെ ആയാൽ 80 മാത്രമെന്ന് പാടി നടന്നിട്ട് എനിക്കൊരു രോഗശാന്തി നല്ലതാണ്, രോഗശാന്തി നമുക്ക് വേണം, ആരോഗ്യം വേണം. പക്ഷെ രോഗശാന്തി എന്തിനാ ദൈവം തരുന്നത്? എന്തിനാ ആരോഗ്യം തരുന്നത്? 2 വർഷം കൂടെ ജീവിച്ച് 10 വർഷം കൂടെ ജീവിച്ച് കുറെ സമ്പാദിച്ചു കൂട്ടാനാണോ? ദൈവം തരുന്ന ആയുസിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അടുത്ത വാക്യം പറയുന്നു, നിങ്ങളുടെ വിളിയാലുള്ള ആശ എന്നറിയണം, വിശുദ്ധന്മാരുടെ അവകാശം എന്താണെന്നറിയണം. നമ്മുടെ അവകാശം തിരിച്ചറിയണം. നിത്യതയാണ് നമ്മുടെ അവകാശം. അവന്റെ വല്ലഭത്തിന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ തിരിച്ചറിയാനാ നാം ദൈവവചനം വായിക്കുന്നത്. നാം വചനം വായിക്കുമ്പോൾ കാണേണ്ടത് നമ്മെക്കുറിച്ചാണ്. കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാണ്. ഒരാൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത് എന്തിനാ? ഒരുങ്ങാൻ നിൽക്കുന്നെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിന് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിന് ഇങ്ങനൊരു വ്യാഖ്യാനമുണ്ട്. തിരുവചനം കണ്ണാടി ആയതുകൊണ്ട് ഞാൻ പറയുന്നു, വചനത്തിനകത്ത് നോക്കുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? കണ്ണാടിയിൽ നോക്കുന്ന ആളുടെ ലക്ഷ്യം തൻ്റെ മനസ്സിനകത്ത് തൻ്റെ മുഖം, തൻ്റെ ശരീരം ഇങ്ങനെ ഇരിക്കണമെന്ന് ആ വ്യക്തിക്കൊരാഗ്രഹമുണ്ട്. കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് കാണുന്നത് അവിടെ ഇവിടെയും കുറവുകളുണ്ടെന്ന്. അത് നികത്താനാ ഈ കാണുന്നതെല്ലാം വാരി പൂശുന്നതും മുഖം മിനുക്കുന്നതും ഒക്കെ. ഏകദേശം എൻ്റെ ഹൃദയത്തിലുള്ള എൻ്റെ രൂപത്തിനൊത്തവണ്ണം കണ്ണാടിയിൽ കാണുമ്പോഴാണ് ഞാൻ ഒരുക്കം നിർത്തുന്നത്. തിരുവചനം അങ്ങനെ തന്നെ. തിരുവചനത്തിന് നിങ്ങളെക്കുറിച്ചൊരു രൂപമുണ്ട്, തിരുവചനത്തിന് നിങ്ങളെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട്. ആ രീതിയിൽ ഞാൻ എത്തുന്നത് വരെയും വചനം അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു ചെവിയുടെ ശകലം കേട്ടു എന്ന് പറയുന്നതോ ഒരു കാലിന്റെ വളവ് നൂർന്നെന്ന് പറയുന്നതോ ഒന്നുമല്ല ദൈവമക്കളെ അത്ഭുതങ്ങൾ. അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ആത്മാർത്ഥമായി വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ഒരു മുടന്തൻ ഈ കൂടിവരകളിൽ നടക്കാറുണ്ടോ? 2 കണ്ണും കാണാത്ത കുരുടനെ പോലുള്ള ഒരാളെങ്കിലും കാണുന്നെന്ന് പറയുന്നുണ്ടോ?
ഒരു ചെവി കാണാത്തവനും ഒരു കണ്ണിന്റെ മങ്ങല് പോയവനും എവിടെങ്കിലും വേദനയുണ്ടെന്ന് പറയുന്ന ഒരു കൊച്ചു ലാടവൈദ്യനല്ല എൻ്റെ യേശുക്രിസ്തു. എൻ്റെ യേശുക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന, സമുദ്രത്തിലെ തിരമാലകൾക്ക് അതിരുവെൽക്കുന്ന, മണല് കൊണ്ട് അതിരിടുന്ന, ആകാശത്തെ വസ്ത്രം പോലെ ചുരുട്ടുന്ന യേശുവിന്റെ അത്ഭുത പ്രവൃത്തികളെ ഒരു മുറിവൈദ്യന്റെ നിലയിലേക്ക് താഴ്ത്തിക്കളഞ്ഞ വിശ്വാസ സമൂഹത്തിന്റെ തരംതാണ പ്രവൃത്തികളെ ഓർത്ത് ഹൃദയം വേദനിക്കുന്നു. മടങ്ങി വരേണ്ട കാലഘട്ടമാണ്. ദൈവവചനം ശാസനത്തിനുള്ളതാ, ഗുണീകരണത്തിനുള്ളതാണ്, നീതിയിലെ അഭ്യസനത്തിനുള്ളതാണ്. അതുകൊണ്ട് ആ വചനം ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ, ആ പദം അടിവരയിടണം, ദൈവത്തിന്റെ മകൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. That's the purpose of the word of God, to equip us like a pure man of God and woman of God. ഒരു ദൈവ പൈതലാക്കി മാറ്റുന്നതാ. ഭാര്യ പറയണം വചനം കേട്ടിട്ട് എൻ്റെ ഭർത്താവിന് വ്യത്യാസമുണ്ടെന്ന്, ഭർത്താവ് പറയണം എൻ്റെ ഭാര്യയ്ക്ക് വ്യത്യാസമുണ്ടെന്ന്. പ്രസംഗിക്കുന്നവൻ തന്നെത്താൻ കുടുംബം കളയുന്നവനോ കുടുംബം ദോഷമായി നിൽക്കുന്നവനോ അല്ല, തലമുറകളെയും കുടുംബത്തെയും നന്നായി കൊണ്ടുപോകുന്നവനായിരിക്കണം. സാക്ഷ്യമില്ലാത്ത വചനങ്ങളൊക്കെ അവസാനിക്കേണ്ട കാലഘട്ടമാണ്. അപ്പോൾ പറയും ആൾക്കാർ അതും ഇതും പറയുന്നതാണെന്ന്. എന്താ വചനം പറയുന്നത്? അപവാദിക്ക് പോലും തിന്മ കളവായി പറയുവാൻ അവസരം കൊടുക്കാതെ നിന്നെയും നിന്റെ ശുശ്രൂഷയെയും നിറവടിയായി നിവർത്തിക്കുക. അതെ, ഒത്തിരി പേരും പ്രശസ്തിയും ഒന്നും നേടിയില്ലെങ്കിലും, 4 പേര് അറിയപ്പെടുന്നവരായില്ലെങ്കിലും സ്വന്തം പ്രാണനെയെങ്കിലും നേടുവാൻ നോഹയെ പോലെ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് ഭാര്യയും മക്കളും മരുമക്കളും അകത്തുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗ്യ പദവിയിലേക്കെങ്കിലും ഈ കാലഘട്ടത്തിലെ സുവിശേഷകന്മാർ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ ആത്മീയ പ്രവണതകളെ കാണുമ്പോൾ മനമുരുകി പ്രാർത്ഥിച്ചുകൊള്ളുക. ദൈവം ഇതിനൊരു വ്യത്യാസം വരുത്തും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സത്യവചനം വീണ്ടും പ്രഘോഷിക്കപ്പെടും, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കപ്പെടും. ആരും മഹത്വമെടുക്കാത്ത, ആരും പുകഴാത്ത, ആരും ഉയരാത്ത ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന പച്ചപ്പരമാർത്ഥം കൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ എൻ്റെ ചെറിയ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം നാം കേട്ടുകഴിഞ്ഞു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ വകയില്ലാത്ത ഒരു സുവിശേഷകനായി നാം നിൽക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് ഇന്ന് ദൈവദാസൻ നമ്മോട് പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടട്ടെ. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.